ഏറ്റവും പ്രധാനപ്പെട്ട തിന്മ ഏതാണ്? അല്ലെങ്കിൽ മറിച്ച് ചോദിക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? എന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതാണ് ഒന്നാം പ്രമാണം. പക്ഷെ പലരും മന്ത്രവാദത്തിന്റെ പിറകെ പോകുന്നു, ആഭിചാരത്തിന്റെ പിറകെ പോകുന്നു, നിരീശ്വരവാദത്തിന്റെ പിറകെ പോകുന്നു. നിരീശ്വരവാദികളായിട്ടുള്ള ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പള്ളിയിൽ വരികയും പിന്നെ മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം ആരോ ചെയ്തു വെച്ചിട്ടുണ്ട്, വീടിരിക്കുന്ന സ്ഥലം തെറ്റാണ്, മറ്റതാണ്, മനസ്സിലാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുകയും അതിന്റെ പിറകെ നടക്കുകയും ചെയ്യുന്ന a kind of denial of God. എന്താണത്? ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ കുരിശ് മരണത്തെ നിഷേധിക്കാൻ ഈ ഭൂമിയിലോ പരലോകത്തിലോ ഉള്ള ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാം പ്രമാണം. പക്ഷേ നമ്മൾ ഭയപ്പെട്ട് നടക്കുകയാണ്. ആരോ എനിക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട്, ഞാൻ തീർത്തു. നിന്നോടാരാണ് മുന്നേ പറഞ്ഞത് നിന്നെ നശിപ്പിക്കാൻ വേറൊരാൾക്ക് കഴിയുമെന്ന്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനെയാണ് നിഷേധിച്ചത്? എന്നെ രക്ഷിക്കാൻ എന്റെ കർത്താവ് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന വിശ്വാസ പ്രമാണത്തിന്റെ ലംഘനമാണ് നീ ഇപ്പോ കേട്ടത്. എന്താണ്? ഞങ്ങൾ താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റുപോകാതെ ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയില്ല. അപ്പോ ഈശോ കുരിശിൽ മരിച്ചത് വെറുതെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അച്ഛന് നിങ്ങളോട് ആവർത്തിച്ചോർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, രക്ഷ പ്രാപിക്കാൻ നിങ്ങൾ ഒന്നും എടുത്തു കളയേണ്ടതില്ല. എഴുതി വെച്ചു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വചനം പറഞ്ഞിട്ടുള്ളത്? കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുക, അവനോട് ചേർന്ന് നിൽക്കുക, അവനെ അള്ളിപ്പിടിക്കുക, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ആകാശത്തിന് കീഴെ മനുഷ്യരാശിക്ക് വേണ്ടി, ഈ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുനാമമല്ലാതെ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ.